നമസ്കാരം. മാതാവിനൊപ്പം കിടന്നുറങ്ങുന്നതിനിടെ 8 വയസ്സുകാരൻ ആൽജോ പാമ്പ് കടിയേറ്റ് മരിച്ചു. മൂത്ത സഹോദരൻ അനോജിനും കടിയേറ്റിട്ടുണ്ട്. അനോജ് ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കടമ്പോട് ALP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച ആൽജോ. പാമ്പുകടിയേറ്റെന്ന് മനസ്സിലാകാതെ പോയതാണ് കുരുന്നിന്റെ ജീവനെടുക്കാൻ കാരണമായത്. പാമ്പുകടിയേറ്റെന്ന് മനസ്സിലാക്കാതെ പോയതാണ് കുരുന്നിന്റെ ജീവനെടുക്കാൻ ഇടയാക്കിയത്. ഭക്ഷ്യവിഷബാധയേറ്റെന്ന സംശയത്തെ തുടർന്നാണ് ആൽജോയെ ആശുപത്രിയിൽ കൊണ്ടുവന്നത്. പുലർച്ചെയോടെ അബോധാവസ്ഥയിലായെന്നും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെന്നും മാതാവ് പറഞ്ഞു. പുലർച്ചെ 5:30ഓടെയാണ് മാതാവ് കുട്ടികളെ അവശനിലയിൽ കണ്ടത്. ഉടനെ ബൈക്കിൽ 2 കുട്ടികളുമായി സമീപത്തെ ആംബുലൻസ് ഡ്രൈവറുടെ വീട്ടിലെത്തി. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആൽജോ മരിച്ചിരുന്നു. ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന് പാമ്പ് കടിയേറ്റതാണെന്ന് വ്യക്തമാകുന്നത്. 2 കുട്ടികളുടെയും ശരീരത്തിൽ പാമ്പ് കടിയേറ്റതിന്റെ അടയാളവും കണ്ടെത്തി. ഇതോടെ കുട്ടിയുടെ മരണത്തിന് പിന്നാലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. കുട്ടികൾ കിടന്നിരുന്ന കിടക്കയിൽ തലയിണയുടെ അടിയിൽ നിന്നാണ് പാമ്പിനെ കണ്ടെത്തിയത്. വെള്ളിക്കെട്ടൻ ഇനത്തിൽപ്പെടുന്ന പാമ്പിനെയാണ് കണ്ടെത്തിയത്. മരിച്ച കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ കൂടുതൽ കാര്യങ്ങൾ ലഭ്യമാകൂ. കടമ്പോട് ALPSലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആൽജോ. കുട്ടിയുടെ ചുണ്ടിലാണ് പാമ്പ് കടിച്ചത്. ആൽജോയ്ക്കും അനോജിനും ഒരു സഹോദരി കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം മൂവരും മാതാവിനൊപ്പം ഒരു ബന്ധുവീട്ടിൽ പോയിരുന്നു. തുടർന്ന് സഹോദരി അവിടെ നിൽക്കുകയും ആൽജോയും അനോജും അമ്മയ്ക്കൊപ്പം തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്തിരുന്നു.